ഹോർമുസ് പ്രതിസന്ധി ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ സമാധാനത്തിന് തയ്യാറാണെന്ന് സൂചനകൾ നൽകുമ്പോഴും അതിനെ അമേരിക്ക സംശയത്തോടെയും അല്ലെങ്കിൽ തടസ്സവാദങ്ങളോടെയും കാണുകയാണ്. അതായത് അത്തരം നീക്കങ്ങളിലേക്ക് അമേരിക്ക എത്തുന്നില്ല. ഈ ഒരു ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണം കൈവരിച്ചിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. അത് ഇറാന്റെ ഏറ്റവും വലിയ കരുത്തു കൂടിയാണ്. എന്തായാലും ഇറാൻ പറയുന്നത് ഹോർമുസ് വഴിയുള്ള കടൽ ഗതാഗതം തുറക്കാൻ അവർ തയ്യാറാണെന്നും പക്ഷേ അമേരിക്കയുടെ ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും പിൻവലിക്കണമെന്നുമാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സാക്ഷനുകൾക്ക് നീക്കാതെ അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ ഉപരോധങ്ങളോ അല്ലെങ്കിൽ ഈ സൈനിക നീക്കങ്ങളോ ഒന്നും തന്നെ നീക്കാതെ സ്ഥിരമായിട്ടുള്ള ഒരു കരാർ അസാധ്യമാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇതോടെ സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് പോകാതെ താളം തെറ്റുന്ന സ്ഥിതിയിലാണുള്ളത്. പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ ഭീതിയിൽ തന്നെ തുടരുകയാണ്. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ നിയന്ത്രണങ്ങൾ കുറയ്ക്കാതെ സമാധാന നീക്കം വിശ്വസനീയമല്ല എന്ന് അമേരിക്ക വാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമുസ് വഴിയുള്ള കടൽ ഗതാഗതത്തിൽ നിരീക്ഷണവും സൈനിക നിയന്ത്രണവും തുടരുകയാണ്. ഈ ഒരു തടസ്സവാദങ്ങൾ കാരണം ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസക്കുറവ് കൂടുതൽ വർദ്ധിക്കുകയും ആഗോള എണ്ണവില വ്യാപാരവും നേരിട്ട് ബാധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഇറാന്റെ സമാധാന ശ്രമങ്ങളും അമേരിക്കയുടെ കടുത്ത നിലപാടുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഹോർമുസ് പ്രതിസന്ധി ഒരു പ്രാദേശിക പ്രശ്നമല്ലാതെ ആഗോള സാമ്പത്തിക സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സംഘർഷമായിട്ട് മാറുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഇറാനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിനുള്ളിൽ പട്ടാള ഭരണം ശക്തമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഒരു വശത്ത് ഹോർമുസ് വളരെ നിർണായകമാക്കുകയാണ്. അതോടൊപ്പം തന്നെ തന്റെ സൈന്യങ്ങളെയും അതുപോലെ തന്നെ IRGC കടുത്ത നിലപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ്. ഇറാൻ എന്തിനും സജ്ജമാണെന്ന് ഇറാൻ തെളിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഭരണവും സുരക്ഷയും നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രമായിട്ട് മാറിയതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ IRGCയും അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണങ്ങളെല്ലാം അല്ലെങ്കിൽ ഓരോ നീക്കവും IRGC വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അത് വല്ലാതെ ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധവും അമേരിക്കയുടെ സമ്മർദ്ദവും കൂടിയ സാഹചര്യത്തിൽ സാധാരണ രാഷ്ട്രീയ തീരുമാനങ്ങളെക്കാൾ സൈനിക കമാൻഡ് സംഘടനകൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചു എന്നാണ് നിരീക്ഷണം. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലെ പരമാധികാര കേന്ദ്രം പോലും സൈനിക നേതൃത്വത്തിന്റെ സ്വാധീനത്തിലാണ് എന്നും മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാനും പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാനും IRGCയുടെ പങ്ക് വർദ്ധിച്ചതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണ സൈനിക ഭരണകൂടം എന്ന നിലയിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പൂർണ്ണമായിട്ടും IRGCയുടെ കയ്യിലാണ് എല്ലാ നിയന്ത്രണങ്ങളും. IRGC പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഓരോ നീക്കങ്ങളും നടക്കുന്നത് എന്ന രീതിയിലേക്ക് മാറി. എന്തായാലും IRGC വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ അമേരിക്കയെ ബാധിക്കും. കാരണം IRGC എന്ന് പറയുന്നത് ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ ഹൂത്തികൾക്കും ഒക്കെ സപ്പോർട്ട് നൽകുന്ന ഒരു കൂട്ടമാണ്. അപ്പൊ ആ ഒരു കൂട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പ്രോക്സി യുദ്ധങ്ങൾ തുടരാൻ അത് ഏറ്റവും കൂടുതൽ കാരണമാകും. മാത്രമല്ല അമേരിക്കയും ഇസ്രയേലിനും ഒരേപോലെ ഇല്ലാതാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇന്ന് അമേരിക്കയുടെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ IRGC ആണ്. IRGCയുടെ നീക്കുപോക്കുകൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ്. എന്തായാലും യുദ്ധകാല സാഹചര്യത്തിൽ സിവിൽ മിലിറ്ററി ബാലൻസ് മാറിയിരിക്കുന്നു എന്നാണ് വിശകലനം സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ നിലപാട് ഈ ഒരു മാറ്റത്തെ കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലാണ്. എന്തായാലും ഇറാനിൽ സൈനിക നിയന്ത്രണം ശക്തമാകുന്നു എന്ന വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി US ഉപരോധങ്ങൾ കടുപ്പിക്കുകയും ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ കടുത്ത നിയന്ത്രണം തുടരുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അതെല്ലാം ഫലമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന തന്ത്രം എന്ന് പറയുന്നത്. അതുവഴി രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതെല്ലാം പുല്ലുപോലെ ഇറാൻ നോക്കിക്കാണുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധങ്ങൾ മറികടന്ന് റഷ്യ രംഗത്തെത്തുന്നു, ചൈന രംഗത്തെത്തുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഇനി ഇറാൻ ഒരു മാസമാണ് അമേരിക്ക തളരുന്നു എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇറാൻ ആഭ്യന്തരമായിട്ട് കടുത്ത യുദ്ധസമയ ഭരണഘടനയിലേക്ക് മാറുമ്പോൾ അമേരിക്ക സാമ്പത്തിക സൈനിക സമ്മർദ്ദം ഉപയോഗിച്ച് നിയന്ത്രണം നേരിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്നൊരു സാഹചര്യം
സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ശക്തി പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല, കാരണം അമേരിക്ക പൂർണ്ണമായിട്ടും തളർന്നിരിക്കുകയാണ്. എന്തായാലും ഇത് എളുപ്പത്തിൽ തീരുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ യുദ്ധമല്ല. അടുത്ത ഘട്ടത്തിൽ സംഘർഷം ഇറാന്റെ ഭാഗത്തു നിന്ന് കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം IRGC രംഗത്തെത്തുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു നീക്കുപോക്കലുകൾക്ക് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തായാലും യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും നിഴലിൽ നിൽക്കുമ്പോഴും സമാധാനത്തിന്റെ പുതിയൊരു വാതിൽ തുറക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്തായാലും ഈ ഒരു വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ രാഷ്ട്രീയവും അവർ നേരിടുന്ന കടുത്ത അനീതികളും ലോകം വേണ്ട വിധം ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യചിഹ്നവും ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയെ ശ്വാസം മുട്ടിക്കുമ്പോൾ അവർ നടത്തുന്ന ഈ ഒരു നീക്കം വെറുമൊരു ഒത്തുതീർപ്പല്ല, മറിച്ച് തങ്ങളുടെ അന്തസ്സും അതിജീവനവും ഉറപ്പാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കാവുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്. ഇറാന്റെ എണ്ണ വിപണിയെ തകർക്കുന്നതിലൂടെയും ബാങ്കിംഗ് സംവിധാനങ്ങളെ തടയുന്നതിലൂടെയും ഒരു വലിയ ജനതയുടെ മൗലിക അവകാശങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്. എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നോട്ട് വയ്ക്കുന്ന 3 നിബന്ധനകൾ കേവലം ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളല്ല, അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉപരോധങ്ങൾ നീക്കം ചെയ്യുക ഒന്നാമത്തെ കാര്യം, അതായത് തങ്ങളുടെ തുറമുഖങ്ങൾക്കും വ്യാപാരത്തിനും മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കുക എന്നത് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും ആവശ്യമാണ്. അതാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇനി രണ്ടാമത് എന്ന് പറയുന്നത് പ്രാദേശിക സമാധാനം. കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണം. ഇത് ഇറാന്റെ താല്പര്യമാണ്. മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നത് ഇറാന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ളൊരു സമാധാനം വേണമെന്നാണ് രണ്ടാമത് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇനി ഈ ആണവ ചർച്ചകളിലെ സാവകാശം, അതായത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ആണവ ചർച്ചകൾ എന്ന നിലപാട് തികച്ചും യുക്തിസഹമാവൂ. വിശക്കുന്ന വയറുമായിട്ടും ചർച്ചാമേശയിൽ ഇരിക്കാൻ ആർക്കും കഴിയില്ല എന്ന രീതിയിലാണ് ഈ പറയുന്ന അബ്ബാസ് അരാഗ്ചി ഇതിനെ പറയുന്നത്. എന്തായാലും ഈ 3 കാര്യങ്ങളാണ് ഇറാന് വേണ്ടിയത്. പക്ഷേ ഈ 3 കാര്യങ്ങളിൽ അടിയറവ് പറയാത്തിടത്തോളം കാലം ഹോർമുസ് വളരെ നിർണായകമായിട്ട് തുടരും. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ നിർദ്ദേശങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നത് ആശ്ചര്യകരമല്ല. മാക്സിമം പ്രഷർ എന്ന നയം വഴി ഇറാനെ മുട്ടുകുത്തിക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ അത്ര എളുപ്പത്തിൽ കീഴടങ്ങുന്നവരല്ല. മാത്രമല്ല, ആണവായുധങ്ങൾ കൈവശം വെക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതിനെ ഒരു ആയുധമാക്കി മാറ്റി ഇറാനെ വേട്ടയാടാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകൾ അമേരിക്കയുടെ കടും പിടുത്തത്തെയാണ് കാണിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക തകർച്ച ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ആഗോള എണ്ണ വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കുകയും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് വഴി ലോകത്തിന് നഷ്ടപ്പെടുന്നത് അതിന്റെ 5-1 ഊർജ്ജ സ്രോതസ്സാണ്. ഇതിന് ഇറാനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് നീതിയാണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു രാഷ്ട്രവും ചെയ്യുന്ന പ്രതിരോധം മാത്രമാണ് ഇറാൻ അവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. കാരണം ചില തിരിച്ചറിവുകൾ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാകും. അവിടുത്തെ ജനം അതുകൊണ്ടാണ് ഈ ട്രംപിനെതിരെ നിൽക്കാത്തതും ട്രംപിനെതിരെ ഒരു വിരുദ്ധ വികാരം അവിടെ ഉണ്ടാകുന്നതും. എന്തായാലും ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പരിഹസിക്കുന്ന ട്രംപിന്റെ രീതി ചർച്ചകളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള തർക്കം എന്നത് ഏതൊരു ജനാധിപത്യ പ്രക്രിയയിലുമുള്ള ഒന്നാണ്. എന്നാൽ ഇത് ചൂണ്ടിക്കാട്ടി ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നത് അമേരിക്കയാണ്. സമാധാനത്തിനായിട്ട് ഒരു പടി മുന്നോട്ട് വെക്കാൻ ഇറാൻ തയ്യാറാകുമ്പോൾ അതിനെ സംശയത്തോടെ വീക്ഷിക്കുന്നത് മേഖലയിൽ സമാധാനം ഉണ്ടാകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വളം, ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം എന്നിവയുടെ വില കുതിച്ചുയരുന്നത് തടയാൻ ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇറാന്റെ മേലുള്ള ഉപരോധം ലോകത്തിന്റെ കൂടി പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകണം. ആണവ ചർച്ചകൾ പിന്നീടാകാം എന്ന നിർദ്ദേശം പ്രായോഗികമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ ഒരു ഉടമ്പടിയും ശാശ്വതമാകില്ല. ഇറാനിയൻ ജനതയുടെ അന്തസ്സും അവകാശങ്ങളും മാനിക്കപ്പെടുന്ന ഒരു കരാറിലൂടെ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ ശാശ്വത പരിഹാരം ഉണ്ടാകൂ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകൂ. നമുക്കറിയാം ഹോർമുസിൽ ഇപ്പോൾ 1000-ഓളം കപ്പലുകളാണ് അവിടെ തമ്പടിച്ച് കിടക്കുന്നത്. കാരണം ഒറ്റ കപ്പലുകൾ പോലും ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിടുന്നില്ല. മാത്രമല്ല അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ പറയുന്ന രാജ്യങ്ങളിൽ ഉണ്ടാക്കുകയാണ്.
ഈ പശ്ചിമേഷ്യ മാത്രമല്ല കേട്ടോ, ലോകം മൊത്തത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എന്തായാലും ട്രംപ് ഭരണകൂടം ഈ ഒരു അവസരം പാഴാക്കിയിരിക്കുകയാണ്. അതായത് ഒരു സമാധാന ചർച്ചയ്ക്ക് ട്രംപ് വഴങ്ങാത്തത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ തന്നെ തന്റെ അടുത്ത നീക്കം നടത്താനും വേണ്ടിയിട്ടാണ്. എന്തായാലും വെറുപ്പിന്റെയും ഉപരോധത്തിന്റെയും ഭാഷ മാറ്റി സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും ഭാഷയിലേക്ക് ലോകം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹോർമുസിലെ നിശബ്ദത അവസാനിക്കട്ടെ, അവിടെ ഒരു സമാധാനത്തിന്റെ കപ്പലുകൾ സഞ്ചരിക്കട്ടെ എന്നാണ് ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ആഗ്രഹത്തിന് തടയിടുന്നത് അമേരിക്കയാണ്. കാരണം അമേരിക്കയ്ക്ക് ആ ഒരു ആഗ്രഹം അത്ര സുഖകരമല്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ഒരു നീക്കുപോക്കുകൾ നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഈ രാജ്യം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഹോർമുസിന്റെ നിയന്ത്രണം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇറാൻ പറയുന്ന ഉപാധികളിൽ ശരിവെക്കാതെ ഇരിക്കുന്നതൊക്കെ അമേരിക്കയുടെ മറ്റൊരു നീക്കത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അമേരിക്കയുടെ നീക്കത്തിൽ നടുങ്ങിയിരിക്കുന്നത് ലോകരാജ്യങ്ങളാണ്.